കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ജനസംഖ്യ ഏതാണ്ട് 31 ലക്ഷത്തോളമാണ്. 2026 വോട്ടർ പട്ടിക പ്രകാരം ഏതാണ്ട് 25 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ്. 25,12,921 വോട്ടർമാരാണ് ഉള്ളത്. 13 അസംബ്ലി മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചേലക്കര മണ്ഡലം 1965 ആ മണ്ഡലം രൂപീകരിച്ചത്. 1967 തെരഞ്ഞെടുപ്പ് മുതലാണ് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത്. കോൺഗ്രസ് സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു. 1982 ആദ്യമായിട്ട് അവിടെ CPM CK ചക്രപാണി വിജയിക്കുന്നത്. CK ചക്രപാണിയുടെ വിജയത്തിന് ശേഷമാണ് CPM കൂടുതൽ സ്വാധീനമുണ്ടാകുന്നൊരു മണ്ഡലമായി മാറുന്നത്. 1996 കെ രാധാകൃഷ്ണൻ, CPM കെ രാധാകൃഷ്ണൻ അവിടെ വിജയിക്കുന്നു. പിന്നെ തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിൽ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് വിജയിക്കുകയാണുണ്ടായത്. ഇപ്പോൾ ചേലക്കര അതിനുശേഷം കെ രാധാകൃഷ്ണൻ്റെ വിജയത്തിന് ശേഷം ചേലക്കര എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലമായി, തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലമായി ചേലക്കര മാറിയിരിക്കുകയാണ്. 2021 കെ രാധാകൃഷ്ണന് 83,415 വോട്ടും UDFിലെ CC ശ്രീകുമാറിന് 44,015 വോട്ടുമാണ് ലഭിച്ചത്. BJPയിലെ ഷാജിമോൻ വട്ടേക്കാടിന് 24,000 വോട്ടും ലഭിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ പാർലമെൻറ്റ് അംഗമായി മാറിയ ശേഷം നിയമസഭാ അംഗത്വം രാജിവെച്ചപ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ ചേലക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ അവിടെ ചേലക്കരയിലെ തന്നെ MLA ആയിരുന്ന UR പ്രദീപ് അവിടെ മത്സരിക്കുകയും കോൺഗ്രസിലെ രമ്യ ഹരിദാസിനെ 12,000 വരുന്ന വോട്ടിന് 12,201 വോട്ടിന് പരാജയപ്പെടുത്തുകയുണ്ടായത്. അങ്ങനെ ചേലക്കര മണ്ഡലം 96 ശേഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അതും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണ്. ബൈ ഇലക്ഷന് മാത്രമാണ് അല്പം ഒരു 12,000 വരുന്ന ഭൂരിപക്ഷം ഉണ്ടായത്. 2026 ഇലക്ഷനിൽ നിലവിലുള്ള MLA UR പ്രദീപ് തന്നെ മത്സരരംഗത്ത് ലെഫ്റ്റിന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരരംഗത്തുണ്ട്. UDFിന് വേണ്ടി മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. VS ശിവൻ വെട്ടിക്കുന്ന് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരരംഗത്തുള്ളത്. സ്വാഭാവികമായിട്ടും ചേലക്കരയിലെ UDF ക്യാമ്പുകൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥികളല്ല അവിടെ വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരം എത്രമാത്രം ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കും എന്നുള്ള സംശയം അവിടുത്തെ UDF ക്യാമ്പിൽ തന്നെ ഉണ്ട്. ചേലക്കര മണ്ഡലം കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിന് അനുകൂലമാകുന്ന മണ്ഡലമാണ്. മറ്റൊരു മണ്ഡലം കുന്നംകുളമാണ്. 1957 കുന്നംകുളം മണ്ഡലം രൂപീകരിച്ചത്. 2 മുന്നണികളിലും പെട്ട ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ കോൺഗ്രസിലെയും ജനപ്രതിനിധികൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിലെ PR കൃഷ്ണൻ, KP വിശ്വനാഥൻ, TV ചന്ദ്രമോഹൻ എന്നിവരൊക്കെ അവിടെ നിന്ന് വിജയിച്ചവരാണ്. CPMലെ TK കൃഷ്ണൻ, ASN നമ്പീശൻ, KP അരവിന്ദാക്ഷൻ, NR ബാലൻ, ബാബു M പരിശരി എന്നിവരും അവിടുത്തെ മുൻകാല ജനപ്രതിനിധികളാണ്. അതിൽ ASN നമ്പീശനാണ് ഏറ്റവും കൂടുതൽ കാലം ഇടതുപക്ഷ അവിടെ വിജയിച്ച ജനപ്രതിനിധി. അത് 2016 മുതൽ അവിടെ വിജയിക്കുന്നത് AC മൊയ്തീനാണ്. CPMലെ AC മൊയ്തീനാണ് 2016 മുതൽ അവിടെ വിജയിക്കുന്നത്. 2011 നേരിയ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചതെങ്കിലും 2016 2021 എത്തുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. 2021 ആകുമ്പോൾ 26,631 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് AC മൊയ്തീൻ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2011 മുതൽ ക്രമാതീതമായിട്ട് ലെഫ്റ്റിന് വോട്ട് വർദ്ധിക്കുന്ന ഒരു മണ്ഡലമായി കുന്നംകുളത്തെ കാണാൻ പറ്റും. ആ കുന്നംകുളം മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പിലും AC മൊയ്തീൻ തന്നെയാണ് അവിടുത്തെ ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥി. AC മൊയ്തീനും കുന്നംകുളത്ത് വീണ്ടും വിജയിച്ചു വരാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊരു മണ്ഡലം 1957 രൂപീകരിച്ച ഗുരുവായൂരാണ്. ഗുരുവായൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും അവിടെ ചില ഘട്ടങ്ങളിൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ
പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച PK കോരുവാണ് EMS മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയ 5 സ്വതന്ത്രന്മാരിൽ ഒരാളായിരുന്നു PK കോരു. പിന്നെ കോൺഗ്രസിൻ്റെ KG കരുണാകര മേനോൻ ജയിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിലെ സീതി തങ്ങൾ വിജയിച്ചിട്ടുണ്ട്, PKK ബാവ വിജയിച്ചിട്ടുണ്ട്, PM അബൂബക്കർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷക തൊഴിലാളി പാർട്ടിയുടെ വടക്കൻ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പിന്നെ CPMൻ്റെ PT കുഞ്ഞുമുഹമ്മദ് 1996 വിജയിക്കുന്നു. KV അബ്ദുൽ ഖാദർ 2006, 2011, 2016 അവിടെ വിജയിക്കുന്നു. ഈ ഗുരുവായൂരിൻ്റെ പ്രത്യേകത 2006 ശേഷം ഗുരുവായൂരിൽ ഇടതുപക്ഷത്തിന് വീണ്ടും മേൽക്കൈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. 2021 എത്തുമ്പോൾ CPMൻ്റെ LDFൻ്റെ NK അക്ബറാണ് അവിടുന്ന് വിജയിച്ചത്. 18,268 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗിലെ KNA ഖാദറിനെ അവിടെ പരാജയപ്പെടുത്തുന്നത്. 20,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലത്തിൽ 2026 NK അക്ബർ തന്നെയാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം വോട്ടാക്കി മാറ്റിക്കൊണ്ട് ഗുരുവായൂർ വീണ്ടും വിജയിച്ചു കയറാമെന്നുള്ള വിശ്വാസത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി CH റഷീദാണ് അവിടെ രംഗത്ത്. CH റഷീദ് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലൊക്കെ വിജയിച്ചു വന്ന ജനപ്രതിനിധിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 2 പ്രാവശ്യം വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള പരിചയക്കാരനായിട്ടുള്ള CH റഷീദാണ് NK അക്ബറിനെതിരായിട്ട് മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. മറ്റൊരു മണ്ഡലം 1957 രൂപീകരിച്ച മണലൂരാണ്. മണലൂർ മണ്ഡലത്തിന് ഇരുമുന്നണികളും വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. രണ്ടുപേരും പല ഘട്ടങ്ങളിലായി ജയിച്ചിട്ടുണ്ട്. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് മണലൂർ. പിന്നെ കോൺഗ്രസിൻ്റെ NI ദേവസിക്കുട്ടി, VM സുധീരൻ ഏറ്റവും കൂടുതൽ കാലം അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. റോസമ്മ ചാക്കോ, MK പൗലോസ്, PA മാധവൻ ഇവരൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നു. പിന്നെ CPMൻ്റെ മുരളി പെരുന്നല്ലി 2006 അവിടെ നിന്ന് വിജയിച്ചു വരുന്നത്. മണലൂർ രണ്ടുപേർക്കും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 2011 തെരഞ്ഞെടുപ്പ്. 2011 തെരഞ്ഞെടുപ്പ് അന്നത്തെ ഏറ്റവും നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൽ അവസാനം PA മാധവൻ ചെറിയ ഭൂരിപക്ഷത്തിലാണ് UDFന് വേണ്ടി വിജയിക്കുന്നത് മണലൂർ. 2006 മുതൽ മണ്ഡലം ഇടതുപക്ഷത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മണ്ഡലമായി മാറുന്നുണ്ടെങ്കിലും 2011 ഈ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിലെ P മാധവൻ 481 വോട്ടിനാണ് അന്ന് വിജയിക്കുന്നത്. അന്ന് 72-68 എന്ന് പറയുന്ന സീറ്റ് നിരയിൽ UDFും LDFും വന്നപ്പോൾ ഒരു മണ്ഡലം മാധവൻ ജയിച്ചത് PA മാധവൻ UDFന് വേണ്ടി വിജയിക്കുന്ന 481 വോട്ടിനാണ്. 2021 മുരളി പെരുന്നല്ലി അവിടെ വിജയിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷം കാണേണ്ടത് 29,000-ഓളം വരുന്ന ഭൂരിപക്ഷമാണ് മുരളി പെരുന്നല്ലിക്ക് 2021 ലഭിക്കുന്നത്. 2011 ഏതാണ്ട് 7% വരുന്ന വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത് മണ്ഡലത്തിൽ. 2021 എത്തുമ്പോൾ നമുക്ക് കാണേണ്ടത് 21.83% വോട്ടായിട്ട് BJPയുടെ വോട്ട് മണലൂർ മണ്ഡലത്തിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ 21.83% വോട്ട് വർധനവ് പ്രതികൂലമായി ബാധിച്ചത് UDFനെയാണെന്ന് കൃത്യമായിട്ട് 2021 തെരഞ്ഞെടുപ്പ് കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 2026 നമ്മൾ കാണേണ്ടത് അവിടുത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മണലൂരിൽ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി വിജയിച്ച മണ്ഡലമാണ് 1957. ഇപ്പോഴും അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് 2026 മത്സരിക്കാൻ വന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷാണ് അവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ TN പ്രതാപനാണ് UDF സ്ഥാനാർത്ഥി. ഇവർ തമ്മിലുള്ള ശക്തമായ പോരാട്ടം അവിടെ നടക്കുകയാണ്. സ്വാഭാവികമായും രവീന്ദ്രനാഥ് മാഷ് കേരളത്തിൻ്റെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു ഇടതുപക്ഷ നേതാക്കന്മാരൊരാളാണ്. അദ്ദേഹത്തിന് അവിടെ കൂടുതൽ വോട്ട് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ TN പ്രതാപനൊരു പ്രത്യേകതയുണ്ട്. TN പ്രതാപൻ മത്സരിച്ച സമയത്തൊക്കെ പല ഘട്ടങ്ങളിലും വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഇവർ തമ്മിലുള്ള പോരാട്ടം അവിടെ നിൽക്കുന്നു. പക്ഷേ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മിക്കവാറും നിശ്ചയിക്കപ്പെടുക BJPക്ക് ലഭിക്കുന്ന ശതമാനം എത്ര ഉണ്ടാവും എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കാം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം. മറ്റു മണ്ഡലം 1957 രൂപീകരിച്ച വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരിക്കും ഏതാണ്ട് ഈ പറയുന്ന മണലൂരിൻ്റെയും മറ്റൊക്കെയുള്ള സ്വഭാവം തന്നെയാണ്. ഒരു മുന്നണിക്കും
സ്ഥിരമായ ആധിപത്യം നൽകാത്ത ഒരു മണ്ഡലമാണ്, ഒരു സിംഗ് മണ്ഡലമാണ്. ഏത് ഭാഗത്തേക്കും ചാഞ്ചാടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് വടക്കാഞ്ചേരിയെ പരിഗണിക്കേണ്ടത്. പക്ഷേ എങ്കിലും യു ഡി എഫിന് കുറച്ചുകൂടി മേധാവിത്വമുള്ള മണ്ഡലമായിട്ടാണ് ആദ്യകാലങ്ങളിൽ യു ഡി എഫ് അതിനെ പരിഗണിച്ചിരുന്നത്. അതിൻ്റെ തെളിവായിരുന്നു 2004 കെ മുരളീധരൻ യു ഡി എഫിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായ സമയത്ത് അദ്ദേഹം നിയമസഭാ അംഗമല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് മന്ത്രിയാവുന്നത്. നിയമസഭാ അംഗമാകാൻ വേണ്ടിയിട്ട് മുരളീധരൻ മത്സരിക്കുകയും, പക്ഷേ വടക്കാഞ്ചേരിയിൽ 2004 ബൈ ഇലക്ഷനിൽ മുരളീധരൻ പരാജയപ്പെടുകയാണ് CPM AC മൊയ്തീനോട്. ഈ ബൈ ഇലക്ഷൻ റിസൾട്ടോടു കൂടിയാണ് ഒരുപക്ഷെ നമ്മൾ കാണേണ്ടത് വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ചത്. അത് 2016 അനിൽ അക്കര വിജയിച്ചിട്ടുണ്ട്. വെറും 43 വോട്ടിനാണ് അനിൽ അക്കര മേരി തോമസിനെ, LDFൻ്റെ മേരി തോമസിനെ 2016 തോൽപ്പിക്കുന്നത്. മറ്റു തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ LDFനാണ് 2004 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളോട് ബൈ ഇലക്ഷന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ LDFന് മേധാവിത്വം ഉണ്ടാകുന്നു. 2021 LDFിലെ സേവ്യർ ചിറ്റിലപ്പള്ളി UDFിലെ അനിൽ അക്കരയെ 15,000-ഓളം വരുന്ന വോട്ടിനാണ് പരാജയപ്പെടുത്തുന്നത്. ഈ മണ്ഡലത്തിലും BJPയുടെ വോട്ട് വിഹിതം 16% അടുത്തായിട്ട് 2016-ലും 13% അടുത്തായിട്ട് 2021 വർദ്ധിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി മണ്ഡലം രണ്ട് മുന്നണിക്കും തുല്യ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. 2026 ഇലക്ഷനിൽ സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെയാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവിടെ വൈശാഖ് നാരായണസ്വാമിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഉല്ലാസ് ബാബു BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. രണ്ടുപേർക്കും തുല്യ സാധ്യതയുള്ള, LDFനും UDFനും തുല്യ സാധ്യതയുള്ള മണ്ഡലമായി വടക്കാഞ്ചേരി നമുക്ക് പരിഗണിക്കാൻ കഴിയും. ഒല്ലൂർ മണ്ഡലം 1957 മുതൽ രൂപീകരിച്ച മണ്ഡലമാണ്. ഈ ഒല്ലൂർ മണ്ഡലത്തിൽ UDF, അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു പല ഘട്ടങ്ങളിലും അവിടെ ജയിച്ചത്. 1957 മുതൽ 77 വരെ ഉള്ള തെരഞ്ഞെടുപ്പുകൾ PR ഫ്രാൻസിസും മറ്റുമാണ് ജയിച്ചത്. CPMൻ്റെ AV ആര്യൻ 1967 അവിടെ വിജയിക്കുന്നു. 1970 തെരഞ്ഞെടുപ്പിൽ AV ആര്യനെ മണലൂരേക്ക് സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു. AV ആര്യൻ അവിടെ പരാജയപ്പെടുന്നു. അങ്ങനെയാണ് AV ആര്യൻ പരാജയപ്പെട്ടതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടി CPMുമായിട്ട് തെറ്റുകയും കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ രൂപീകരിക്കുകയൊക്കെ ചെയ്തത്. അത് ചരിത്രത്തിൻ്റെ ഭാഗ്യം. 1996 മുതൽ ഒല്ലൂരിൽ വിജയിച്ച CPI സ്ഥാനാർത്ഥികളാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് ജനവിധി ഉണ്ടായത് 2017 മാത്രമാണ് കോൺഗ്രസിലെ MB വിൻസെൻ്റ്. 2014-ലും 2021-ലും K രാജനാണ് അവിടെ വിജയിച്ചത്. 2020 നല്ല ഭൂരിപക്ഷത്തോടുകൂടി 21,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിനാണ് K രാജൻ അവിടെ നിന്ന് വിജയിക്കുന്നത്. ജോസ് വള്ളൂരിനാണ് അവിടുന്ന് പരാജയപ്പെടുത്തത്. K രാജൻ തന്നെയാണ് 2026 ഇലക്ഷനിലും രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒല്ലൂരിൽ K രാജന് കിട്ടുന്ന ജനസമ്മതി LDFന് വോട്ടാക്കി മാറ്റിക്കൊണ്ട് ഒല്ലൂർ നിലനിർത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് K രാജൻ്റെ പാർട്ടിയായ CPIക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഉള്ളത്. തൃശ്ശൂർ മണ്ഡലം നഗരപ്രദേശ മണ്ഡലമാണ്. UDFന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ആധിപത്യമുള്ള ഒരു മണ്ഡലമായിട്ടാണ് തൃശ്ശൂരിനെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അപൂർവ സമയങ്ങളിൽ മാത്രമേ തൃശ്ശൂർ വിജയിച്ചിട്ടുള്ളൂ. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1957 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള AR മേനോൻ, രാവുണ്ണി മേനോൻ വിജയിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ചത് തൃശ്ശൂരായിരുന്നു. അദ്ദേഹമാണ് EMS മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ട് മാറിയത്. അദ്ദേഹം പരാജയപ്പെടുത്തത് INTUC നേതാവായിട്ടുള്ള K കരുണാകരനെയായിരുന്നു. K കരുണാകരൻ ആദ്യമായിട്ട് നിയമസഭയിൽ മത്സരിച്ച 1957 അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് AR മേനോൻ എന്ന് പറഞ്ഞ രാവുണ്ണി മേനോനാണ്. ആ ഒരു പാരമ്പര്യം തൃശ്ശൂരിനുണ്ടെങ്കിലും പിന്നീട് തൃശ്ശൂരിൽ പിന്നെ ജയിച്ചത് 1970 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയുള്ള മുണ്ടശ്ശേരി മാഷാണ് ജയിക്കുന്നത്. മുണ്ടശ്ശേരി മാഷ് 1970 വിജയിച്ചെങ്കിലും 1972 കൊച്ചിൻ യൂണിവേഴ്സിറ്റി രൂപീകരിച്ച ശേഷം അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ നിയമസഭാ അംഗത്വം രാജിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള ജയങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരാണ്. അവിടെ തേറമ്പിൽ രാമകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാവശ്യം ജയിച്ച സ്ഥാനാർത്ഥി. 2016 അവിടുന്ന് തൃശ്ശൂർ ജയിക്കുന്നത് VS സുനിൽകുമാറാണ്. 2021 CPIയിലെ P ബാലചന്ദ്രൻ അവിടുന്ന് വിജയിക്കണം. P ബാലചന്ദ്രൻ വിജയിക്കുന്നത് ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഏതാണ്ട് 900-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് P ബാലചന്ദ്രൻ വിജയിക്കുന്നത്. പത്മജ വേണുഗോപാലായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപിക്ക്
40,457 വോട്ട് കിട്ടുന്നത്. ഈ ഒരു ജയത്തോടു കൂടിയാണ് സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന വോട്ട് വർധനയോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സുരേഷ് ഗോപിയെ ഫീൽഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ MP ആവുകയും ചെയ്തു. 2011 കേവലം 6% വോട്ട് ലഭിച്ച BJP ആണ് 30% വോട്ടായിട്ട് മാറുന്നത് 2021 ഇപ്പോൾ 2011 6% വോട്ട് ലഭിച്ച BJP 2021 എത്തുമ്പോൾ 30% വോട്ടിലേക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന്. ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖല അറിയപ്പെടുന്ന പ്രവർത്തകനായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി. അവിടെ നേരിടുന്നത് തൃശ്ശൂരിലെ മുൻ മേയറായിട്ടുള്ള രാജൻ ജെ പല്ലനാണ്. അതോടൊപ്പം അവിടെ മത്സരിക്കാൻ വന്ന മൂന്നാം കക്ഷിയായിട്ട് വന്നിരിക്കുന്ന പത്മജ വേണുഗോപാലും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികൾ അതായത് വളരെ അറിയപ്പെടുന്നവരാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമായി തൃശ്ശൂർ മാറും. എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമുക്ക് മെയ് 4 ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. 1957 രൂപീകരിച്ച മറ്റൊരു മണ്ഡലമാണ് നാട്ടിക. പട്ടികജാതി സംവരണ മണ്ഡലമായി 2011 മുതൽ അറിയപ്പെടുന്നു. CPMലെ നേതാക്കന്മാർ TK കൃഷ്ണനും സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ PK ഗോപിനാഥൻ അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ സിദ്ധാർത്ഥൻ കാട്ടുങ്ങൽ, TN പ്രതാപൻ എന്നിവർ നാട്ടികയിൽ വിജയിച്ചവരാണ്. അവിടുന്ന് CPIയിലെ ഗീതാ ഗോപി വിജയിച്ചിട്ടുണ്ട്. 2021 CPIയിലെ CC മുകുന്ദനാണ് അവിടുന്ന് വിജയിച്ച് 28,431 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ലോജൻ അമ്പാട്ടിന് BJPക്ക് 33,716 വോട്ടാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു. CPIയിലെ CC മുകുന്ദൻ 28,431 വോട്ടിനാണ് വിജയിക്കുന്നത്. അപ്പോൾ 2011 മുതൽ കണ്ടത് BJPയുടെ വോട്ടും നാട്ടിക മണ്ഡലത്തിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 2026 ഇലക്ഷനിൽ നമ്മൾ കാണേണ്ടത് അവിടെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു. കാരണം ഗീതാ ഗോപി, മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപിയെ തന്നെ CPI സ്ഥാനാർത്ഥിയായിട്ട് ഫീൽഡ് ചെയ്തിരിക്കുന്നു ഇടതുപക്ഷം. സുനിൽ ലാലൂരാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നത്. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരുന്നത് CC മുകുന്ദനാണ്. CC മുകുന്ദൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പാർട്ടിയിൽ നിന്നുള്ള പിന്മാറ്റവും CPIയിൽ നിന്നുള്ള പിന്മാറ്റവും അതിനുശേഷം BJPയിലേക്ക് ഉള്ള ചേക്കേറൽ CC മുകുന്ദനെ BJP സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നാട്ടികയിൽ CPIക്ക് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായ നാട്ടികയിൽ ഗീതാ ഗോപി മുൻ ജനപ്രതി എന്ന രൂപത്തിൽ അവർക്കാണ് അല്പം അടിച്ചുള്ളത്. ഗീതാ ഗോപിക്ക് ഇതിൽ കൂടി നാട്ടിക വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. 2011 രൂപീകരിച്ച മറ്റൊരു മണ്ഡലമാണ് കയ്പമംഗലം. കയ്പമംഗലം മണ്ഡലം രൂപീകരിച്ച 3 തെരഞ്ഞെടുപ്പുകളിലും അവിടെ വിജയിച്ചത് ഇടതുപക്ഷമാണ്. ഒന്ന് സുനിൽകുമാർ, VS സുനിൽകുമാർ 2011. 2016 ടൈസൺ മാഷ് ജയിക്കുന്നു. 2021 ടൈസൺ മാഷ് ജയിക്കുന്നു. 2016 എത്തുമ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം 33,000 വോട്ടാകുന്നു. 2021 ഭൂരിപക്ഷം 22,000 മാറുന്നു. അതുകൊണ്ട് ടൈസൺ മാഷ് ജയിച്ച ഈ കയ്പമംഗലം ഒരുപക്ഷെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി CPI നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 2026 എത്തിക്കഴിഞ്ഞാൽ 2026 അവിടെ മത്സരിക്കുന്നത് KK വത്സരാജാണ്. പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ട് KK വത്സരാജാണ് CPIയുടെ. TM നാസറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള TM നാസറാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് UDF ഫീൽഡ് ചെയ്തിരിക്കുന്നത്. കയ്പമംഗലത്ത് മറ്റൊരു അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യത. ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യമുള്ള ഒരു മണ്ഡലം എന്ന രൂപത്തിൽ അത് അതേപോലെ പോകാനാണ് സാധ്യതയേറെ. ഇരിഞ്ഞാലക്കുട മണ്ഡലം 1957 രൂപീകരിച്ചതാണ്. ഇരിഞ്ഞാലക്കുട ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ C അച്യുതമേനോൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1957 ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. 1957 60 അച്യുതമേനോൻ ജയിച്ചത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. 1967 CPIയുടെ CK രാജനും അതുപോലെ തന്നെ എൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ CS ഗംഗാധരൻ, മത്തായി മാഞ്ചലാൻ രൂപീകരിച്ച CS ഗംഗാധരൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഈ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിന് ഏറ്റവും വാർത്താ പ്രാധാന്യം ലഭിച്ചത് ലോനപ്പൻ നമ്പാടൻ, കേരള കോൺഗ്രസിൻ്റെ നേതാവായി വന്ന ലോനപ്പൻ നമ്പാടൻ, പിന്നീട് ഇടതുപക്ഷക്കാരനായ ലോനപ്പൻ നമ്പാടൻ അവിടുന്ന് 1982, 87, 90, 96 വർഷങ്ങളിൽ അവിടുന്ന് വിജയിച്ചപ്പോഴാണ്.
പിന്നെ കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ അവിടുന്ന് ജയിച്ചിട്ടുണ്ട്. CPM KU അരുൺ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. നിലവിലുള്ള MLA ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവാണ് അവിടുത്തെ MLA. 2021 LDF ആർ ബിന്ദുവിന് UDF തോമസ് ഉണ്ണിയാടനേക്കാൾ 5949 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിജയിച്ചത്. നേരിയ ഭൂരിപക്ഷം മാത്രമേ ഇരിഞ്ഞാലക്കുടയുള്ളൂ. ഇരിഞ്ഞാലക്കുട മണ്ഡലം എന്നാൽ രണ്ട് മുന്നണികൾക്കും തുല്യ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആർ ബിന്ദു തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് 2026 മത്സരിക്കുന്നത്. തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ 2021 തനിയാവർത്തനമാണ് 2026 ഇരിഞ്ഞാലക്കുട സംഭവിക്കാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥി സന്തോഷ് ചേരക്കുളമുണ്ട് അവിടെ. മറ്റൊരു മണ്ഡലം പുതുക്കാടാണ്. പുതുക്കാട് മണ്ഡലം 2011 രൂപീകരിച്ചതാണ്. 2011 രൂപീകരിച്ച മണ്ഡലത്തിൽ 3 തെരഞ്ഞെടുപ്പുകളിലും CPM വിജയിച്ച മണ്ഡലമാണ്. ആദ്യം 2011 16 പ്രൊഫസർ C രവീന്ദ്രനാഥ് അവിടുന്ന് മികച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കുകയാണ്. 2021 CPM KK രാമേന്ദ്രൻ 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് വിജയിച്ചത്. പുതുക്കാട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. ഈ 2026 തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിക്കുന്ന KK രാമേന്ദ്രൻ തന്നെയാണ് CPM സ്ഥാനാർത്ഥിയായിട്ട് ലെഫ്റ്റിന് വേണ്ടിയിട്ട്. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് ബാബുരാജ് KM ബാബുരാജാണ് അവിടെ രംഗത്തുള്ളത്. നാഗേഷ് BJP സ്ഥാനാർത്ഥിയായിട്ടും രംഗത്തുണ്ട്. മറ്റൊരു മണ്ഡലം ചാലക്കുടിയാണ്. 1957 രൂപീകരിച്ച മണ്ഡലമാണ് ചാലക്കുടി. അവിടെ ചാലക്കുടി മണ്ഡലത്തിൽ വിവിധ പാർട്ടികളിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് ജയിച്ചിട്ടുണ്ട്. PSP നേതാക്കന്മാർ, കോൺഗ്രസിലെ KK ബാലകൃഷ്ണൻ, PP ജോർജ്, റോസമ്മ ചാക്കോ, സാവിത്രി ലക്ഷ്മണൻ, കേരള കോൺഗ്രസിലെ PK ഇട്ടൂപ്പ്, ജനതാ പാർട്ടിയിലെ KJ ജോർജ്, ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. വ്യത്യസ്ത പാർട്ടികളിലെ നേതാക്കന്മാരെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലമാണ് ചാലക്കുടി. CPM BD ദേവസിയാണ് 2006 2011 2016 BD ദേവസിയാണ് അവിടെ നിന്ന് വിജയിച്ചത്. 3 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് BD ദേവസിയാണ്. 2021 ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുകയും അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഡെന്നിസ് K ആൻ്റണിയെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തത്. അങ്ങനെ പക്ഷേ കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് നേരിയ ഭൂരിപക്ഷത്തിന് 1050 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഡെന്നിസ് K ആൻ്റണിയെ പരാജയപ്പെടുത്തുകയാണുള്ളത്. ചാലക്കുടി 2026 സനീഷ് കുമാർ ജോസഫ് തന്നെയാണ് UDF സ്ഥാനാർത്ഥി. ജനപ്രതിനിധി രൂപത്തിലും മണ്ഡലത്തിൽ എത്രമാത്രം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്, ക്ഷേമ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും മണ്ഡലത്തിൽ എത്രമാത്രം ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കഴിഞ്ഞ വോട്ട് 1057 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൂടുതലാക്കാൻ പറ്റുമോ. എല്ലാ മണ്ഡലം ഇടതുപക്ഷ മുന്നണി VD ദേവസ്യ നേരത്തെ 2006 മുതൽ ജയിച്ചു വന്ന മണ്ഡലമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായ ചാലക്കുടി ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ബിജു ചെറിയത്ത് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് LDF വേണ്ടി രംഗത്തുള്ളത്. ഇതാണ് ചാലക്കുടിയെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സ്വാധീനമുള്ള മേഖലകളാണ് കൊടുങ്ങല്ലൂരുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കൊടുങ്ങല്ലൂർ വിജയിച്ചു വന്നത്. ആകെ ഒരു വ്യത്യാസം വന്നത് കോൺഗ്രസിലെ PK അബ്ദുൽ ഖാദറും TN പ്രതാപനും ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ഗൗരിയമ്മയുടെ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ഉമേഷ് ചള്ളിയിലും 3 പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് വിജയിച്ച ഒഴിച്ചാൽ ബാക്കി എല്ലാ കാലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവിടുന്ന് വിജയിച്ചത്. VK രാജൻ അവിടുന്ന് വിജയിച്ച ആളാണ്. മീനാക്ഷി തമ്പാൻ അവിടുന്ന് വിജയിച്ച ആളാണ്. ഏറ്റവും കൂടുതൽ കാലം മണ്ഡലത്തിൽ വിജയിച്ചത് VK രാജനായിരുന്നു. 2016 2021 CPIയുടെ VR സുനിൽകുമാറാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. 2021 CPIയുടെ VR സുനിൽകുമാർ 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDF ജാക്സൺ MP ജാക്സനെ പരാജയപ്പെടുത്തുന്നത്. ഈ മണ്ഡലത്തിൽ നമ്മൾ കാണേണ്ടത് 2016 2021 BJPയുടെ വോട്ട് വിഹിതം മുൻ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 4 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. 20% വോട്ട് ലഭിക്കുന്ന പാർട്ടിയായി BJP കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മാറിയിരിക്കുകയാണ്. ഇതിനനുസൃതമായിട്ട് UDF വോട്ട് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 2026 മത്സരം VR സുനിൽകുമാർ തന്നെയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ജിനീഷാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ.
നേതാവ്. ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൻ്റെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ BJP കുറച്ച് നാളുകളായിട്ട് അവരുടെ വോട്ട് വിഹിതം വല്ലാതെ വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. ഏതാണ്ട് 20% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യം BJPക്ക് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ അവർ ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയല്ല. അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത 2020 എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ BJP അവിടെ നിർത്താൻ പോകുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ 2021 തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്ന 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങൾ LDFും 1 മണ്ഡലം UDFുമാണ്. 2026 ഇലക്ഷനിൽ കേരളത്തിൽ ഭരണം നിലനിർത്താൻ LDF സ്വാഭാവികമായും ഈ 12 മണ്ഡലങ്ങൾ അതേപോലെ നിലനിർത്തുകയോ അല്ല അതിന് വലിയ തകരാറൊന്നും ഇല്ലാത്ത രൂപത്തിൽ, വലിയ ഇടിവൊന്നും ഇല്ലാത്ത രൂപത്തിൽ നിലനിർത്തുകയോ വേണം. UDF ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 1 മണ്ഡലത്തിൽ നിന്ന് വലിയ അളവിൽ ആ എണ്ണം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഒരു ഭരണമാറ്റം, UDF ആഗ്രഹിക്കുന്ന ഭരണമാറ്റം സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ മാറ്റം UDFന് 1 മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് എത്തുവാൻ സാധ്യത വളരെ കുറവാണ് തൃശ്ശൂരിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക.